ഷേവിംഗ് ഫോം ഇതാരിവിടെ കൊണ്ടുവച്ച് സ്പ്രേ. ഓ, ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ടടിക്കാം. ഭാഗ്യം, എല്ലാരും ഉറങ്ങി. ശിവന്മാർ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. എന്താടാ എടാ മനുസാർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104ന്റെ താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്തു കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണേ. എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ. ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല, അത് പിന്നെ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ 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 രഞ്ജു, എന്തൊരുറക്കം. അച്ഛനോ? അച്ഛനിപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നേ? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്കെന്താ എത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ട് അളിയാ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയനെന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്, കിടന്നിട്ട് ഉറക്കം. എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്നു. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ചടിക്കാം. അളിയൻ വാതിൽ വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയൻ വാതിൽ വേണ്ട. നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം. പിന്നെ വാ. മോളല്ല, ബിഗ് വല്യച്ഛൻ. അമ്മാവൻ എപ്പോ വന്നു? ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരു ആഗ്രഹം മരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഈ 12-ാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ?
ആ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നോണ്ടോ നോക്കാൻ വന്ന. ഇത് നമ്മുടെ മുറി തന്നെ. പാതിരാത്രിക്ക് നിനക്ക് എന്തിനാടാ പ്രഷർ? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ നീ മിണ്ടരുത്. ഞാൻ തെണ്ടി നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലൊരു ചെറ്റത്തരം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്കത് തുറക്കി കെടുത്തിയിട്ട് നീ ഇവിടെ പമ്മി പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, ഇവന് ഞാൻ കണ്ടു. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. വേണ്ട, എനിക്കെല്ലാം ബോധ്യമായി. ഇത്രയും കാലം മനുവേട്ടനെ വിശ്വസിച്ച ഞാനാ മണ്ടി. എനിക്കിനൊന്നും കേൾക്കണ്ട. രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. വേണ്ട വേണ്ട, നീ കുറെ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഇല്ലടാ, അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കും ഞാനിവളെ. നീ പോടാ, വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവുമാണ്. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം. അതിനാ ഞാൻ വന്നത്. രഞ്ജുണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു നിനക്ക് വല്ലതും പറയാനേ പറഞ്ഞു കൊടുക്കണം. ഹലോ, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോടാ എന്റെ പട്ടണ്. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനേ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവള് വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനേ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റിപ്പണിയാൻ കൊടുത്തു അല്ലേടാ. പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5 or 10 വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം. കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. ആ കാണാം. നീ പോടാ, വാടാ. വന്നു. അടിതെറ്റി ആനയെ വീഴുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാറ് വീഴുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജ് അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടാ കിച്ചു? ജീവ മതി, ഓവറാക്കണ്ട. മനസ്സാറെ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജു ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോടാ. ഒരു ലാർജ് അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെയാ വിളിച്ചിറക്കുന്നത്. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണവള്. എനിക്കറിയാം, എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ തന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിടാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാമല്ലോ. വേർ 2 ലാർജിങ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കില്ല. അല്ല കിച്ചു, മതി. 2 കഴിഞ്ഞാൽ നിർത്തി.